എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ പച്ചക്കറിയുടെ ഒത്തിരി വീഡിയോസ് ചെയ്തിരുന്നു. അതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്നതിൽ വളരെ സന്തോഷം. മാത്രമല്ല, നമ്മൾ വെണ്ട വിത്തും പയർ വിത്തും ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിരുന്നു. അത് പലരും കിട്ടി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പച്ചക്കറികൾക്കൊക്കെ നമുക്ക് എങ്ങനെ ജൈവ കീടനാശിനി തയ്യാറാക്കാം, അതുപോലെ എന്തെല്ലാം വളങ്ങൾ ചേർക്കണം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഓരോ ആഴ്ച ഉണ്ടല്ലോ, ഓരോ പച്ചക്കറികൾക്ക് എന്തെല്ലാം വളം ചേർക്കണം, അത് എങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകണം, അതുപോലെ അതിന് തെളിക്കേണ്ട കീടനാശിനികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ മുളകിൻ്റെ കുരുടിപ്പ് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ പൂവും കായും കൊഴിയാതിരിക്കാനായിട്ട്, അതുപോലെ തന്നെ കീടങ്ങൾ വരാതിരിക്കാൻ, അത് തഴച്ചു വളരാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ മിക്കവരെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് പച്ചമുളകിൻ്റെ കുരുടിപ്പ്. അതായത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഒത്തിരി കൂടുതലാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആ മുളകിൽ കുരുടിപ്പ് കാണുന്ന സമയത്ത് ആ ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളയേണ്ടതാണ്. നമുക്ക് കളയാൻ പറ്റണതാണെങ്കിൽ അതൊക്കെ നുള്ളിക്കളയാം. അതല്ല പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽ പെടാതെ നിറയെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ റബ്ബർ ഷീറ്റ് ഉണ്ടല്ലോ, അത് കഴുകിയിട്ടുള്ള വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതെല്ലാവർക്കും കിട്ടണ ഒരു കാര്യമല്ല ഇങ്ങനെ റബ്ബർ ഷീറ്റ് കഴുകണ വെള്ളമൊക്കെ കിട്ടണത്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് തെളിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുകയില കഷായമാണ് ചെയ്യേണ്ടത്. അപ്പോൾ പുകയില കഷായം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ വിശദമായിട്ട് പറയാം. അടുത്തതായിട്ട് മുളകിൻ്റെ കീടബാധ കുറയ്ക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ശീമക്കൊന്ന ഉണ്ടല്ലോ, അതാണ് ആവശ്യം. അതായത് ഇതാണ് ശീമക്കൊന്ന എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഇതിന് അങ്ങനെയാണ് പറയുക. ഇനിയിപ്പോൾ ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിവിടെ എന്താ പറയുക, നമ്മുടെ വേലിയരികത്തൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണിത്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം അതും പിന്നെ ചാണകവും കൂടെ ഈ മുളകിൻ്റെ കടക്കിലിടണം. അതായത് ഇത് ചില്ലോടക്കനെ പൊട്ടിക്കുക, എന്നിട്ട് ഇതും അതുപോലെ തന്നെ ചാണകവും കൂടെ ഈ മുളകിൻ്റെ കടക്കിൽ, സാധാരണ എന്താ പറയുക എന്ന് വെച്ചാൽ പുതയിടുക എന്നാണ് പറയുക. ഞങ്ങളിലൊക്കെ സാധാരണ അങ്ങനെയാണ് പറയുക. അതായത് ഇത് രണ്ടും കൂടെ അതിൻ്റെ കടക്കിലിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കീടബാധ ഉണ്ടാവില്ല. മാത്രമല്ല ധാരാളം മുളക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികമുള്ള മുളക് കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. ഉണങ്ങിയ ചാണകപ്പൊടി വേണം നിർബന്ധമില്ല. നമുക്ക് പച്ചച്ചാണകമായാലും മതി. ഞാൻ ചാണകവും അത് ആട്ടുംകാട്ടും ഇതൊക്കെ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ജൈവവളമാണ്. അപ്പോൾ അതിനൊക്കെ ഇത് ആവശ്യമുണ്ട്. നമ്മളിത് ചെയ്യണ സമയത്തുണ്ടല്ലോ, ഗ്ലൗസ് ഇടുന്നത് ഒത്തിരി നല്ലതാണ്. ഞാൻ ഇടുന്നില്ല എന്ന് നോക്കണ്ട, നിങ്ങൾക്ക് ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരം ഗ്ലൗസ് അല്ല കേട്ടോ, നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലൗസ് കിട്ടാനായിട്ട് നമുക്ക് ആമസോൺ വഴി ഓർഡർ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ്. ഇനി ഉണ്ടല്ലോ, നമുക്ക് ഈ മുളകിൽ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഓടിക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി തൂവി കൊടുത്താൽ മതി. അതായത് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന നല്ല മഞ്ഞൾ വേണം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞളിന് എത്രമാത്രം എഫക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞൾ വെതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ എളുപ്പത്തിൽ എങ്ങനെ മഞ്ഞൾ കൃഷി ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. കാണാത്തവർ ദയവായി കാണണം, അതൊന്ന് ട്രൈ ചെയ്യണം. അടുത്തതായിട്ട് മുളകിൽ കാണുന്ന വലിയ പ്രശ്നമാണ് മുളകിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോവുക, അതുപോലെ തന്നെ മൂപ്പെത്തനൊക്കെ മുമ്പ് കായൊക്കെ കൊഴിഞ്ഞു പോവുക. അത് തടയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മുളക് നമ്മൾ നടുമല്ലോ, അത് നട്ട് കഴിഞ്ഞിട്ട് ഒരു 60 ദിവസത്തിന് ശേഷം, അതുപോലെ 100 ദിവസത്തിനുള്ളിലും, അതായത് 60-ൻ്റെയും 100-ൻ്റെയും ഇടയിലുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിൽ നമ്മൾ പാലും അതുപോലെ തന്നെ കരിക്കും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട്, അത് രണ്ടും തുല്യ അളവിലെടുക്കണം. അത് മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് തെളിച്ചു കൊടുക്കുക. ആഴ്ചയിൽ 1-2 വട്ടം തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂവ് കൊഴിയലും അതുപോലെ തന്നെ മുളക് കൊഴിയലും മാറുന്നതായിരിക്കും. ഇനി നമ്മുടെ പച്ചമുളക് നല്ല കരുത്തോടെ വളരാനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും ആവശ്യമാണ്. ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം കടലപ്പിണ്ണാക്ക് ആഡ് ചെയ്യുക. അതായത് ഒരു പിടി കടലപ്പിണ്ണാക്കൊക്കെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ കഞ്ഞിവെള്ളം വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, പച്ചവെള്ളത്തിലായാലും മതി. പക്ഷേ കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ച് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ചെടികൾക്ക് ഒത്തിരി പ്രയോജനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക, അതിലേക്ക് ഒരു പിടി കടലപ്പിണ്ണാക്കിട്ടിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുതിർന്ന് ഇതുപോലെ
ഇരിക്കും. പക്ഷേ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒന്ന് ലൂസാക്കണം. ഈ തിക്നെസ് വേണ്ട, നമുക്ക് നല്ല ലൂസാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കുകയാണ്. കണ്ടല്ലോ, ഈ ഒരു ലൂസിലാണ് നമ്മൾ ചെടികളുടെ കടക്കിലേക്ക് ഇത് ഒഴിക്കേണ്ടത്. അപ്പം നമ്മൾ ഇത് മുളകിൻ്റെ കടക്കിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് നല്ല കരുത്തോടെ വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന പുകയില കഷായം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ പച്ചമുളകിൻ്റെ മുരടിപ്പ് മാറാനും ഇലപ്പേന്ന് പറയണതുണ്ടല്ലോ അത് മാറാനും മുഞ്ഞ, നീര് ഊറ്റി കുടിക്കുന്ന ജീവികൾ, ഇതൊക്കെ നശിക്കാനായിട്ട് നമ്മൾ പുകയില കഷായം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പുകയിലയും അതുപോലെ തന്നെ ബാർ സോപ്പാണ് ആവശ്യം. അപ്പോൾ നമുക്ക് സാധാരണ ചെറിയ പെട്ടിക്കടകളിൽ നിന്നൊക്കെ പുകയില വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 പുകയില വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഒരു കഷ്ണം പുകയില മാത്രം മതി. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കഷ്ണം പുകയില എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്യണം. ഈ ഒരു കഷ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് 1.5 ലിറ്റർ വെള്ളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു 40-50 ചെടികൾക്കൊക്കെ ഇരിക്കാനുള്ളത് നമുക്കുണ്ടാക്കും. അതുകൊണ്ടാണ് കുറച്ചെടുക്കാൻ പറഞ്ഞത്. നമുക്ക് ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആവശ്യാനുസരണം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മളിത് ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ബാർ സോപ്പ് ചെറിയൊരു കഷ്ണമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബാർ സോപ്പിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇടാം. പക്ഷേ ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പം നമ്മൾ അതിനായിട്ടൊരു പഴയതാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും പുതിയത് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിയണത് എടുക്കരുത്. അല്ലാതെ നമ്മൾക്ക് ഉപകാരമില്ലാണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കറക്റ്റാക്കാം. അപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള സോപ്പും അതുപോലെ തന്നെ പുകയിലും കറക്റ്റാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. ഒരു ദിവസം നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്യണം. പിറ്റേ ദിവസം നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ 600 ml കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലിതിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുക ചെയ്യണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അളവ്, ഇത്ര കറക്റ്റ് അളവ് വേണമെന്നൊന്നുമില്ല. വെള്ളത്തിൻ്റെ അളവ് ഒരു സ്വല്പം കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ട് ഒന്നും പ്രശ്നമില്ല. ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഏകദേശം ഒരു അളവ് കിട്ടും. അതിനാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊക്കെ ഇട്ട് കറക്റ്റായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇതിലൊരു ഏറ്റവും നിറവ് ഒഴിക്കേണ്ട കുറച്ച് കുറവായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ലിറ്ററൊക്കെ ആയി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുലുക്കുക. അതിന് ശേഷം ഇതിൽ നിറയെ വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നാളെയാണ് നമ്മളിത് എടുക്കുകയുള്ളൂ. അതുവരെ ഇത് ഇരുന്ന് കറക്റ്റ് ആവണം. ഇനി നിങ്ങൾക്ക് സോപ്പും അതുപോലെ തന്നെ പുകയിലും വേറെ വേറെ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്കിത് ഒന്നിച്ചിട്ട് ചെയ്യണതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പിറ്റേ ദിവസമായി നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിക്കുകയാണ്. നമ്മൾ ഇതിനൊക്കെ ആയിട്ട് വല്ല പഴയ പാത്രങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ വല്ല പാത്രം അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ പഴയ പാത്രമൊക്കെ എടുക്കണതായിരിക്കും കൂടുതൽ നന്നാവുക. ഇനി അതിലേക്ക് ഒഴിച്ച ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് ഗ്ലൗസ് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ അരിച്ച് കറക്റ്റായി അങ്ങനെ നമ്മുടെ പുകയില കഷായം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ 1/2 ലിറ്റർ പുകയില കഷായമാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് 1.5 ലിറ്ററാക്കി മാറ്റണം. അതായത് ഇപ്പോൾ ഈ ഒരു അളവുണ്ടല്ലോ, ഈ ഒരു അളവിൽ ഒരു പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതേപോലെ 2 പാത്രം വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളിത് ചെടികൾക്ക് തെളിച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. പക്ഷേ എനിക്കിതിൽ 1/2 ലിറ്റർ വെള്ളം മാത്രമാണ് ഇതിൽ കൊള്ളുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ 1/2 ലിറ്റർ ഒഴിച്ചിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. 1/2 ലിറ്റർ വെള്ളത്തിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യാനുസരണം എല്ലാ ചെടികൾക്കും തെളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ തെളിച്ചു കൊടുക്കണേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കാലത്ത് വേണം ഇത് തെളിച്ചു കൊടുക്കാനായിട്ട്, വെയിലൊക്കെ ഉദിച്ച് തുടങ്ങിയ സമയത്ത് മാത്രമല്ല കേട്ടോ. ഇത് തെളിക്കണേക്കാൾ മുമ്പായിട്ട് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് നനച്ചിരിക്കണം. പിന്നെ ഒരിക്കലും ചീരച്ചെടിയിൽ തെളിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് തെളിക്കാൻ പാടുള്ളൂ. അതായത് നമ്മളുടെ പച്ചക്കറികളൊക്കെ പാകമായി നിൽക്കുകയാണെങ്കിൽ അത് പറിച്ചെടുത്തതിന് ശേഷം മാത്രം തെളിക്കുക. ഇത് തെളിച്ച് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസമെങ്കിലും കഴിയാതെ നമ്മൾ പച്ചക്കറികളൊന്നും പൊട്ടിക്കരുത്.
അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇലകളൊക്കെ ഒന്ന് പിടിച്ച് അതിൻ്റെ അടിവശത്തൊക്കെ നന്നായി നോക്കിയിട്ട് അടിച്ച് കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ പച്ചക്കറികളിലുള്ള കീടങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു സംശയം ചോദിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ തക്കാളി ഒത്തിരി ഉയരം പോവാണ്, അത് ഗ്രോ ബാഗിൽ വെച്ചത് കൊണ്ടാണോ എന്ന്. അങ്ങനെയല്ല കേട്ടോ, ഗ്രോ ബാഗിൽ വെച്ചതായാലും മണ്ണിൽ വെച്ചതായാലും ഒത്തിരി ഉയരം പോകും. പക്ഷേ തക്കാളി എത്ര ഉയരം പോകണോ അതിനനുസരിച്ച് നമ്മൾ അതിന് ഒരു വടി കെട്ടി കൊടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി അധികം തക്കാളി ഉണ്ടാവും. ഉയരം പോണതിനനുസരിച്ച് നമുക്ക് തക്കാളികൾ കൂടുതൽ ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിതിനൊക്കെ വടിയൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്, ഒത്തിരി ഉയരം പോയിട്ടുണ്ട്, നമുക്ക് ധാരാളം തക്കാളികളും ഉണ്ടായിട്ടുണ്ട്. അടുത്തതായിട്ട് ഒത്തിരി പേർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വെണ്ട കൃഷി ചെയ്യണ സമയത്ത് എങ്ങനെയാണ് ധാരാളം ചില്ലകളൊക്കെ ആയിട്ട് വളരണതും അതുപോലെ തന്നെ ഒത്തിരി വെണ്ടക്കായ ഉണ്ടാവണതും. അതിന് ഞാൻ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ നമ്മളുടെ പറമ്പിലുണ്ടല്ലോ ചെറിയ ചെറിയ കുഴികൾ കുഴിച്ചിടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അങ്ങനെ ചെറിയ കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്നും മുറ്റടിക്കുന്ന സമയത്ത് മുറ്റത്ത് വീഴുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ, ഇലകളൊക്കെ ഞാൻ ഈ കുഴിയിലേക്കാണ് അടിച്ചാക്കുക. അപ്പോൾ ഈ നമ്മളിതിൽ അടിച്ചാക്കിയ സമയത്ത് ഇത് കുഴി നിറയും. അപ്പോൾ നമ്മളത് മണ്ണിട്ട് മൂടും. പിന്നെ വേറൊരു കുഴി ഉണ്ടാക്കും, അതിലേക്കും അതെ നമ്മൾ ഇതേപോലെ ഇലകളൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടും. അങ്ങനെ ഈ കുഴിയുടെ മേലെ മണ്ണിട്ട് മൂടിയിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ മേലെയാണ് നമ്മൾ വിത്തിട്ടിട്ട് ഈ വെണ്ട മുളപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന വെണ്ട ഉണ്ടല്ലോ ഒത്തിരി ചില്ലകളായിട്ടുള്ളത്, അത് ഇതുപോലെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഒത്തിരി ചില്ലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതുപോലെ ഒരുപാട് വെണ്ടക്കായ അതിന്ന്, അതായത് ഒരു പ്രാവശ്യം തന്നെ അതിൽ നിന്ന് 7-8 വെണ്ടക്കായ കിട്ടിയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല വിളവ് കിട്ടാനായിട്ട് സാധിക്കും. നമ്മളിതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.